ഭൂതകാലം തൊട്ടിട്ട് എനിക്ക് രാവിലെ അറിയാം. ഭൂതകാലം തൊട്ട് എനിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഡിസൈനിന്റെ പരിപാടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഏതോ ഒരു പോയിന്റിൽ രാവിലെ ചോദിച്ചു ചേട്ടാ ഇങ്ങനെ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പറയണം. അവരോട് പറഞ്ഞു ഏട്ടാ ഇതിൽ ഒരു വീടും 2 പേരും ഉള്ളു ഈ പടത്തിൽ, റോളില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അടുത്ത പടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചേട്ടാ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പറയാം. എടാ ഇതിൽ ഒരു വീടും 3 പേരേ ഉള്ളൂ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, നീ എനിക്ക് ഏത് റോള് തരും? 3 പേരില്ല ആരെങ്കിലും, 3 പേര് നല്ല പ്രായമുള്ളവരോ? ഓക്കെ അതുകൊണ്ട് അടുത്തത് പക്ഷെ പുള്ളി ഞാൻ പിന്നെ ചോദിച്ചിട്ടേ ഇല്ല, പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു ഞാൻ അടുത്തത് ഒരു വീട് ഒരാളുള്ളൊരു പടമാണ്, ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞു. എനിക്ക് പുള്ളിയുടെ വിഷനിൽ ഭയങ്കര വിശ്വാസമുണ്ട്. പുള്ളി അടിപൊളി മേക്കർ. അപ്പൊ എനിക്ക് പുള്ളിയുടെ പടം കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന്റെ ഭാഗം ഞാൻ ഒരു പരിധി കഴിഞ്ഞ് രാവിലെ ആക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. ഞാനിപ്പം ഷെയ്ൻ ചേട്ടനെ കാണുമ്പോഴാണെങ്കിലും ബ്രഹ്മയുഗത്തിൽ എല്ലാവരും കാണുമ്പോഴാണെങ്കിലും ഇതുവരെ കാണാത്ത രീതിയിൽ ഉപയോഗിക്കുന്നത്. എൻ്റെ അമ്മ ഇത് എങ്ങനെ ഒരു സീനെങ്കിലും അഭിനയിക്കണമല്ലോ എന്തെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് മറന്നു കളഞ്ഞു, ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു സാധനത്തിൽ. ഞാൻ പടക്കളമൊക്കെ അഭിനയിക്കുന്ന സമയത്ത് രാവിലെ നിർബന്ധിച്ചിട്ടുണ്ട്, ചേട്ടാ ഇങ്ങനെ നമുക്ക് കാണാം, പടക്കളം കാണാം. രാവിലെ ഇതുവരെ എൻ്റെ ഒരു പടവും കണ്ടിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പണ്ട് ചെയ്ത 4 Amos എന്ന് പറഞ്ഞു. അപ്പം അത് പുള്ളി കണ്ടിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ അറിയാമല്ലേ, ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ പടം കണ്ടിട്ടില്ല ഇതുവരെ എൻ്റെ ഒരെണ്ണം. അപ്പോൾ ഈ പടം തുടങ്ങാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞ് നീ കൂടുതൽ ചോദിക്കരുത്, ഞാൻ നിന്നെ മനസ്സിൽ വെച്ചുകൊണ്ടൊരു ക്യാരക്ടർ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ രാവിലെ ഫുൾ ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്യും, പുറത്തു പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്നെ മനസ്സിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഹൊറർ പടത്തിൽ എഴുതിയതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നീട് വൺ ഡേ ടോൾ മീ നീ ഒരു സാധനത്തിന് ഓഡീഷൻ ചെയ്യും, സ്ക്രിപ്റ്റ് വായിക്കുമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞ് നിനക്ക് ഇതിൽ ഏത് റോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ചോദിച്ചു. ഞാൻ ഇതിൽ ഏത് വേണമെങ്കിലും ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അത്ര വേണ്ട, നീ ഏറ്റവും എളുപ്പം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കിരൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ വായിച്ചപ്പോൾ തന്നെ അതിൻ്റെ സീൻസും അതിലൊരു എക്സൈറ്റിങ് സാധനം വീഴുക എന്നൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു പുള്ളിക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചേട്ടാ ഇത്. ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി ഇത് ഞാൻ നിന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതി, നീ ഒന്നും ചെയ്യേണ്ടത് നീയാണ്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല. ഞാൻ എങ്ങനെയാണോ അതിൻ്റെ ബാങ് ഓപ്പോസിറ്റ് ആയിരുന്ന ആ ക്യാരക്ടർ. എനിക്കറിയില്ല ചേട്ടൻ എങ്ങനെയാണത് എന്നെ വെച്ച് എഴുതിയത്, എന്നാലും അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇങ്ങനൊരു പയ്യനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ എൻ്റെ സ്കൂളിലൊരു ഫ്രണ്ട് അവൻ്റെ വീട്ടിലൊരു ഫ്യൂണറലിനനുബന്ധിച്ചിട്ട് ഞാൻ പോയപ്പം, ഞാനൊരു 10ാം ക്ലാസ്സിൽ പോയപ്പോഴത്തേക്കും ഞാൻ കണ്ടൊരു വിഷ്വലായിരുന്നു. അപ്പോൾ അതിൽ കിരൺ ഇനീഷ്യലി സ്ക്രിപ്റ്റ് പ്രകാരം പുള്ളി ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, പ്രണവ് ചേട്ടൻ വരുന്നു, സംസാരിക്കുന്നു, അങ്ങനെയായിരുന്നു ചേട്ടൻ സജസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഞാനിതിങ്ങനെ വെറുതെ പറഞ്ഞു, ചേട്ടൻ ഞാൻ ചെന്നപ്പോൾ ഒരു പയ്യൻ അവനിങ്ങനെ ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അടിച്ചടിച്ചടിച്ചടിച്ചിങ്ങനെ നിൽക്കുന്നത്. എന്നെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ തട്ടിക്കൊണ്ട് സംസാരിക്കുന്നു, കാഷ്വൽ ഇപ്പോൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇത് ഈ പട്ടി വേറെ പട്ടിയായിരുന്നു, ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനത് കണ്ട് എനിക്കിങ്ങനെ ഇതുപോലെ അവൻ്റെ ഒരു മൈൻഡ് സ്പേസിൽ അവനെന്തോ പറ്റിയത്. അപ്പം ഞാനിതിങ്ങനെ രാവിലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അഭിനയിച്ചിങ്ങനെ പറഞ്ഞു കാണിക്കുക. പുള്ളിയുടെ ഇത് കൊള്ളാം, ഇത് തന്നെ വേണമെങ്കിൽ ഞാൻ നിനക്ക് ഫുട്ബോൾ തരാം, എന്താണെന്ന് വെച്ചാൽ പിടിച്ചോ, ഇത് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് രാവിലെ ഒരു പെർമിഷനും ഒരു ഇതൊക്കെ വെച്ചിട്ട് ആ സീനിനെ അങ്ങനെ കുറച്ച് ട്വീക്ക് ചെയ്ത് ചേട്ടൻ എനിക്കൊരു ഫ്രീഡം തന്ന്. സോ ഐ തോട്ട് വിൽ ട്രൈ ഔട്ട്. അപ്പം പിന്നെ പാരലലി ഞാൻ ഗോപൻ ചിദംബരം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ, ഗോപൻ സാറ് റൈറ്ററാണ്, യോബിൻ്റെ പുസ്തകം തുറമുഖം എഴുതി. അപ്പം ഞാൻ എപ്പോഴും ഒരു സിനിമ കിട്ടുമ്പോൾ ഗോപൻ സാറിൻ്റെ അടുത്ത് പോകും, ഇങ്ങനൊരു സാധനം കിട്ടി എങ്ങനെ വ്യത്യസ്തമാക്കാം, ചിലപ്പോൾ ഒരു സീനൊക്കെ ഉണ്ടാവുള്ളൂ, എങ്ങനെ വ്യത്യസ്തമാക്കാന്നൊക്കെ ഒന്നും ചെയ്യണ്ട വെറുതെ നിന്നാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ഇത്തവണ ഇങ്ങനെ ഗോപൻ സാർ എനിക്ക് കുറേ ഐഡിയാസ് പറഞ്ഞു തന്നു. സാറിൻ്റെ കുറേ എക്സ്പീരിയൻസസും ഒരാൾക്കാർ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറുമായിരുന്നു, നീ ഇങ്ങനത്തെ റെഫറൻസുകൾ കാണ്, ഇങ്ങനത്തെ വീഡിയോസ് നേരിട്ടുള്ള സാധനങ്ങൾ കാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ കുറേ ഐഡിയാസ് തന്നിട്ടുണ്ടായി. കിരൺ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഒരു ഫുൾ ഡേ ആലോചിക്കുക, രാവിലെ എണീറ്റിട്ട് അവൻ ഉറങ്ങുന്നവരെ എന്തൊക്കെ ചെയ്യും, എത്ര മണിക്ക് എന്തൊക്കെ ചെയ്യും എന്നൊക്കെ. സോ അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്താൽ യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. ഞാൻ അതുപോലെ ചെയ്തു നോക്കി. ഓൺ സെറ്റ് ഞാൻ മാക്സിമം ആൾക്കാരോട് സംസാരിക്കാതിരിക്കാനാണ് നോക്കിയത്. ഞാൻ ഭയങ്കര സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഒതുങ്ങി മിണ്ടാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇരുന്നിരുന്ന് തന്നെ എനിക്ക് പ്രാന്താവുമായിരുന്നു. ഞാൻ പിന്നെ പ്രണവ് ചേട്ടനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു സീന്. എനിക്ക് ഒന്നാമത് ടെൻഷൻ, ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല. അപ്പോൾ എനിക്ക് ഇതെങ്ങനെ കറക്റ്റ് പിടിക്കുക, അപ്പം ഞാനിങ്ങനെ അത് പിടിച്ചു നോക്കി ഇങ്ങനെ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഞാൻ കുറേ നേരം മിണ്ടാതൊക്കെ ഇരിക്കണാണ് രാവിലെ വന്ന് ചോദിക്കും, താ മിണ്ടുന്നില്ലേ ഇന്ന്, മറ്റേ മെത്തേഡ് ആക്ടിങ് ആണോ എന്നൊക്കെ. അല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇരുന്നിരുന്നിരുന്ന് ഭയങ്കര പ്രാന്താവും. എന്നിട്ട് ആ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് ഹെൽപ്പ് മീ കുറച്ചൊക്കെ.
വേറെ ഒരുപാട് ഭയങ്കര പ്രോസസ്സൊന്നും പിടിച്ചിട്ടില്ല, അതെങ്ങനെയൊക്കെയോ അങ്ങനെ പിടിച്ച് പോയതാണ്. നാച്ചുറൽ ആക്കാനാണ് ശ്രമിച്ചത്. അത് പിന്നെ ആ ഡയറക്ടർ നമ്മൾക്ക് തരുന്നൊരു സ്പേസും ആ ഒരു സെറ്റിങ്ങും അതിനെ ഷൂട്ട് ചെയ്യുന്ന പരിപാടികളും കൂടെയുള്ള ആക്ടർ പ്രണവ് ചേട്ടൻ്റെ ഒരു ഡൈനാമിക്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പ്രോസസ് ചെയ്തിട്ടും കാര്യമില്ല, അവര് നമ്മളെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നു എന്നനുസരിച്ച് ദേ ഹാവ് ഹെൽപ് മീ എ ലോട്ട്. എല്ലാം കഴിഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് കാണുന്ന പ്രിവ്യൂ ഷോന് തന്നെയായിരുന്നു. അല്ല, ഞാൻ ഡബ് ചെയ്തപ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് എനിക്ക് രസമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാ സീനും എനിക്ക് ഡൗട്ടായിരുന്നു, ഇത് എങ്ങനെയാണ്, കറക്റ്റാണോ. ഞാൻ ഇങ്ങനെ രാവിലെ ചോദിക്കുമായിരുന്നു ഇങ്ങനെ, ചേട്ടാ ഇത് പെർഫെക്റ്റ് ആണോ, ഇത് കുറച്ചുകൂടെ നന്നാക്കണമായിരുന്നല്ലേ, എനിക്കൊരു തൃപ്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ രാവിലെയായിട്ടൊന്നും പറയില്ലായിരുന്നു. കുഴപ്പമില്ല നോക്കാം എന്നൊക്കെ പറയും. പിന്നീട് ഞാൻ തിയേറ്ററിൽ ആണ് ഫുള്ളായിട്ടൊന്ന് ഒരു ഫ്ലോയിൽ കാണുന്നത്. ഇല്ല, എനിക്ക് ആൾക്കാരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു കാണാനാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ തിയേറ്ററിൽ ഇങ്ങനെ അയ്യോ എന്ന് പറയുന്നൊരു പെട്ടെന്നൊരു ഡിപ്പ് വരികയും എൻ്റെ അടുത്ത് ഇങ്ങനെ അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛനെ അറിയാം സീൻ ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് അഭിനയിച്ചൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളി വരെ കണ്ടിട്ട് ഇങ്ങനെ എൻ്റെ കാലിലൊക്കെ ഇങ്ങനെ പിടിച്ചു. അപ്പൊ എനിക്ക് ഓക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. സോ എനിക്കത് ഇഷ്ടമാണ്. ആൾക്കാര് ഓക്കെ ഒരു സീന് വർക്കാവുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമേ ഉള്ളൂ, അല്ലാതെ ഞാൻ പേടിച്ചിട്ടില്ല അതിന് കണ്ട്. ഇല്ല, ഞാൻ ഒരുപാട് ഹൊറർ ഫിലിംസ് കാണുന്ന ഒരാളാണ്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സിനിമകൾ കാണുകയും ഡിസ്റ്റർബ്ഡ് ആവുകയും രാത്രി കിടന്ന് പേടിച്ച് ഒറ്റയ്ക്ക് പേടിച്ച് കിടക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സോ നമ്മള് ലാസ്റ്റ് സംസാരിക്കുമ്പം DSRന്റെ ഉള്ള എന്ത് ബ്രീഫാ കിട്ടിയ പോസ്റ്ററിനെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പറയാൻ പറ്റുമോ, എന്തായിരുന്നു ആ ബ്രീഫ്, എന്താണ് ആ പോസ്റ്ററിലുള്ള അത്? എൻ്റെ അടുത്ത് കഥ വായിക്കാനാ പറഞ്ഞത്. കഥ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചോദിച്ചു, ചേട്ടാ നമ്മളൊരു ഓയിൽ പെയിന്റിങ് ഓൺ ക്യാൻവാസ് പരിപാടി പിടിക്കട്ടെ, അത് പുതിയതായിരിക്കും, ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഈ പടത്തിന്റെ ടോണാലിറ്റിക്കും മൂഡിനും അത് സംസാരിക്കുന്ന കാര്യത്തിന്റെ ഒരു ലോവർ ലെയറിനൊക്കെ അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്, നമുക്ക് വേണേൽ അങ്ങനെ ഒരു ടെക്നീക്ക് പിടിച്ചാലോ. അപ്പം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു ഓയിൽ പെയിന്റിങ് സാധനം ഇതുവരെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. അതൊരു പുത്തൻ മീഡിയമാണ്, അതിന് അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതിൻ്റെ എക്സ്പേർട്സ് ചെയ്യണം, സമയം എടുക്കും. അതൊരു 6 മാസത്തോളം ഒക്കെ എടുത്ത് ആണ് ഏറ്റവും ചെറിയ സാധനം വരെ ചെയ്യുന്നത്. എങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് അത് പ്രാക്ടിക്കലി ക്വിക്കറാക്കാം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത് ഇനീഷ്യലി. പക്ഷേ ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും ഭയങ്കര ഓപ്പൺ ആയിരുന്നു. എന്ത് എക്സ്പെരിമെന്റ് വേണമെങ്കിലും ചെയ്തു, നീ പെയിന്റിങ്ങോ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്തു, പടത്തിന്റെ ഒരു മൂഡായിട്ട് വർക്ക് ആവണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ തോട്ട്, ഒരു റൗണ്ട് സാധനം, ഒരു കിണറിനെ സജസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കി. സോ അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ്, ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് ഈ പടമായിട്ട് ബന്ധമുള്ള അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് തന്നെ ഉണ്ട്. അപ്പം അത് ഉണ്ടാക്കി റഫ് വരച്ചു വെച്ചിട്ട് നമ്മൾ രാവിലെ കാണിച്ചിട്ട് ഇതാണ് റഫ്, ഇങ്ങനെ വരും ഒറിജിനൽ ബോഡി. അപ്പോൾ പണ്ട് ആൾക്കാർ ഇതിനെ എനിക്ക് തോന്നുന്നു റെഫറൻസ് ഒക്കെ വെച്ച് വരച്ചുകൊണ്ടിരുന്നത്, അനാറ്റമിക്കലി പെർഫെക്റ്റ് ആവാൻ ആൾക്കാർ എങ്ങനെയാണോ ആ ഷേപ്പിൽ കിടത്തി നിർത്തിയൊക്കെ നോക്കി വരയ്ക്കുമായിരുന്നു. ഫോട്ടോ എടുത്തൊക്കെ പിന്നെയും വരയ്ക്കാം. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഇമേജസ് ഇല്ല. അപ്പം അത് റെഫറൻസ് ഇല്ലാതെ ഉണ്ടാക്കി നമ്മൾ റഫ് സ്കെച്ച് ചെയ്യും. ജോജോ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിന് വന്നു. അപ്പോൾ അവൻ ആ ഒരു റഫിൽ നിന്നാണ് പിന്നീട് അത് ഡെവലപ്പായത്. അപ്പം അതിൽ താഴെ പ്രണവ് ചേട്ടൻ കിടക്കുന്നുണ്ട്. പുള്ളി നമ്മളായിട്ട് അങ്ങോട്ട് പറഞ്ഞ പുള്ളി കാണുന്നൊരു ഹോൾ നൈറ്റ് മെയർ പോലെയാണിത്. പുള്ളിയുടെ കയ്യിൽ ക്ലിപ്പുണ്ട്, നടുക്ക് നേരെ കണക്ട് ചെയ്ത് പിടിച്ചെടുത്ത് വെച്ചേക്കുന്നൊരു സ്ത്രീ രൂപം, കാലിൽ ചിലങ്ക. അപ്പോൾ നമ്മൾ അതൊക്കെ മിമിക് ചെയ്യാൻ കുറേ പാടുപെട്ടിട്ടുണ്ടോ, കറക്റ്റ് ആ ഡെഡ് ബോഡി ഇങ്ങനെ ഇരിക്കണം, എങ്ങനെയാണ് കഴുത്ത് റിയാക്ട് ആവുക. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ പോസ്റ്റൊക്കെ ചെയ്ത് നോക്കുകയും നമ്മൾ തന്നെ പോസ്റ്റൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പല പല പൊസിഷനിൽ ഇരുന്ന് നോക്കി അതിനനുസരിച്ച് വരച്ച്. ഇപ്പം വെള്ളത്തിൽ കിടക്കുമ്പം സ്വെല്ലാവും കുറച്ച്, അപ്പം കാലിനൊക്കെ ഇത്തിരി തടി വരും, ചിലങ്ക കെട്ടുമ്പോൾ അവിടെ മാത്രം ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കും. പക്ഷെ ഇത്തരത്തിലെ ഡീറ്റെയിലിങ്ങുകളിലൊക്കെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയില്ല. പിന്നീട് അത് ഡിജിറ്റലിയും കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് സാം എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്. ഇപ്പം പടത്തിലെ എല്ലാ എലമെന്റ്സ്, ഇപ്പം അതിലൊരു പോയിന്റിൽ നമ്മുടെ മധു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എൽസമ്മയുണ്ട് അതിൽ. മധു ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അതിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട് അതിൽ. പടത്തിന്റെ എല്ലാം എൻ്റെ ഒരു ഡിപിക്ഷൻ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് പടം കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഓക്കെ ഇതൊക്കെയാണല്ലോ ഉദ്ദേശിച്ചതെന്ന് തോന്നുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച്
തോന്നിയെന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. നമുക്ക് ആ മീഡിയം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. അത് പിന്നെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, വെന്റിലേഷൻ വേണം, പിന്നെ ഒരു ലെയർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷാഡോ അടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങിയാലേ അടുത്ത് അടിക്കാൻ പറ്റുള്ളൂ. അത് ഉണങ്ങാനൊരു ടൈം. ഇപ്പോൾ 1 മാസം എടുക്കേണ്ട സാധനമാണ് 3 മാസം എടുത്തു പോയത്. സോ ഒരു 3 മാസം എടുത്ത് ചെയ്തൊരു പരിപാടിയായിരുന്നു അത്. പ്രതീക്ഷയില്ല അങ്ങനെ പോകുന്നു. ഫോട്ടോഷൂട്ട് ചെയ്ത് പോസ്റ്റർ ചെയ്യുമ്പോൾ ആക്ടേഴ്സിന്റെ ഇൻപുട്ട് എന്താണ്? അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് കിട്ടില്ലേ സ്പെഷ്യലായിട്ട്? ഉറപ്പായിട്ടും ആക്ടേഴ്സ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആക്ടേഴ്സിന്റെ കയ്യിൽ അവരുടെ ക്യാരക്ടറിന് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടാവുന്ന ഒരു പരിപാടി ഉണ്ടാവും. പിന്നെ പ്രണവ് ചേട്ടൻ പല സീനിലും ഇപ്പം ചില സീനിലൊക്കെ ഇനി നമ്മൾ പറയും ചേട്ടാ കുറച്ചുകൂടെ ഈ ഞരമ്പൊക്കെ ഇങ്ങനെ വന്നാൽ രസമായിരിക്കും കാണാൻ. ഒരു പുള്ളി ഇങ്ങനെ ചോക്കാവുന്ന പോലത്തെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീനൊക്കെ പറയുമ്പോഴത്തേക്കും പ്രണവ് ചേട്ടൻ തന്നെ കുറേ ഇംപ്രവൈസ് ചെയ്ത് പുതിയ ടെക്നീക്സ് ഒക്കെ ഉണ്ടാക്കി ഞരമ്പ് വരുത്തുകയും വേരിയേഷൻ തരികയും ഒക്കെ ചെയ്യും. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ അയ്യോ എന്താ പറ്റുക, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇത് ശ്വാസം മുട്ടുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് ആണ് ആ ഇൻപുട്ട് നമുക്ക് തരുന്നത്. സോ അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. സോ ആ സാധനം കാണാൻ ഞാനൊരു ആക്ടർ എന്ന നിലയ്ക്കും കൂടെ അത് നോക്കി കാണുമ്പോഴത്തേക്ക് എനിക്കും അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഒരു ഭയങ്കര പഠനമാണ് അത് കാണുമ്പോൾ. പിന്നെ ലാസ്റ്റ് വന്ന പെക്യുലർ ആയ ഒരു പോസ്റ്ററാണ് ഈ 50 crores വന്നപ്പോഴത്തേക്കുള്ള ഈ പോസ്റ്റർ. ഇതിന്റെ ഒരു ഷൂട്ടിന്റെ പ്രോസസ് എന്ന് പറയാം. വെരി ഇൻട്രീഗിങ് പോസ്റ്റർ ആക്ച്വലി. ഇതിന്റെ ഷൂട്ട് ഇതുപോലെ തന്നെ നമ്മുടെ മിക്ക പോസ്റ്ററിലും പ്രണവ് ചേട്ടൻ ഇങ്ങനെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടും ഫിയറിന്റെ പല സ്റ്റേജസ് ഒക്കെയാണ് നമ്മൾ കാണിക്കാൻ നോക്കിയേക്കുന്നത്. അപ്പം പ്രണവ് ചേട്ടൻ പടത്തിൽ ജോയിൻ പോലും ചെയ്തിട്ടുണ്ടായില്ല. ഫസ്റ്റ് ഡേ ഫോട്ടോഷൂട്ടാ. അപ്പൊ തന്നെയാണ് നമ്മൾ ഒരു 10 ദിവസത്തേക്കുള്ള പണി എടുപ്പിച്ച് വിട്ടത് ഒരു കുറച്ച് അവേഴ്സിൽ. പക്ഷെ പുള്ളി ഭയങ്കര കൊളാബറേറ്റീവ് ആയിരുന്നു. ഈ പോസ്റ്ററിലാണെങ്കിലും നമ്മൾ വി ഹാവ് ആസ്ക്ഡ് ഹിം ടു ലൈക്ക് ഇങ്ങനെ നിന്നിങ്ങനെ സ്ക്രീം ചെയ്യണം. അപ്പോൾ അത്രയും ഇവിടെയൊക്കെ എഫേർട്ട് വരണം ചേട്ടാ. അപ്പോൾ ചിലപ്പം അത്രയും സ്ട്രെയിൻ്റെ ആവശ്യം പോലും ഉണ്ടാവില്ലായിരിക്കാം, നമുക്ക് പോസ്റ്റിലൊക്കെ പുഷ് ചെയ്യാമായിരിക്കാം. എന്നാലും ഹി വെൻ ടു ദി എക്സ്ട്രീംസ്. അവർ മറ്റേ സ്ക്രീം ചെയ്ത് ഇവിടെയും നെഞ്ചിലൊക്കെ ഞരമ്പൊക്കെ വരുത്തി. രാവിലേട്ടൻ കുറച്ച് കഴിഞ്ഞ് വേണം പുല്ലുകൂടാ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ. പക്ഷെ രാവിലേട്ടനും പെർഫെക്റ്റ് സാധനം വരുന്നവരെ വേരിയേഷൻ എടുത്തുകൊണ്ടിരിക്കും. അതൊരു സാധനം കിട്ടാനാ പുള്ളിയുടെ മറ്റേ ഔട്ട് ബേസ്റ്റ് കാണിക്കുന്ന പോലത്തെ ഒരു പോസ്റ്ററായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് വിളിച്ചത്.